ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും കാര്യമായ സൈനിക നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ഹിസ്ബുള്ളയും ഹമാസുമായിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്തത്. ടെൽ അവീവിലും ഗോലാൻ കുന്നുകളിലും ഉൾപ്പെടെ ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തലവൻ അൽ മഗ്ദ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ലെബനനിലെ സിഡോൺ മേഖലയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ ഖലീൽ ഹുസൈൻ ഖലീൽ അൽ മഗ്ദ കൊല്ലപ്പെട്ടതായി IDF വക്താവ് സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ IRGCയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലെബനൻ സ്വദേശിയായ മൗനിൽ അൽ മഗ്ദയും സഹോദരൻ ഖലീൽ അൽ മഗ്ദയും. ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് മൗനിർ അൽ മഗ്ദയും ഖലീൽ അൽ മഗ്ദയും സഹായിച്ചതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ IRGCയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ലെബനനിൽ താമസിക്കുന്ന മൗനിർ അൽ മഗ്ദ. ഇരുവരും IRGCക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഭീകരാക്രമണങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകളും ആയുധങ്ങളും കൈമാറുന്നതിലും ഇരുവരും ഏർപ്പെട്ടിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അംഗങ്ങൾ 2022 ഒക്ടോബർ 17 ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അറസ് ഏരിയയിൽ നടന്ന ഗ്രൗണ്ട് ഫോഴ്സ് മിലിറ്ററി ഡ്രില്ലിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. 2024 മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കുന്നു. IRGCയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് 4000 സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം തലവൻ ജവാദ് ജാഫരി, ഇറാനിയൻ ഖുദ്സ് ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് 840 കമാൻഡർ അഷ്കർ ബക്കാരി എന്നിവർക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി IDF കണ്ടെത്തിയിരുന്നു. ഇസ്രായേലിലേക്കുള്ള ആയുധക്കടത്തും ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണവും ഇവരാണ് നടത്തിയതെന്നും സേന വ്യക്തമാക്കുന്നു.